ഈ തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ പ്രോപ്പർ ഫംഗ്ഷനിങ്ങിനെ സപ്പോർട്ട് ചെയ്യണത് അല്ലെങ്കിൽ ആ ഫംഗ്ഷനിങ്ങിന് നല്ല രീതിയിലുള്ള എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യണം, കുറച്ച് ന്യൂട്രിയൻസ് നമ്മളിലേക്ക് ചെന്നാൽ കുറച്ച് നമുക്ക് ഈ തൈറോയ്ഡ് ഫംഗ്ഷനിങ്ങിനെ നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും. ഇന്ന് ഈ ഒരു സിറ്റുവേഷനിൽ ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം ഞാൻ പരിചയപ്പെട്ട ഒരു പ്രോഡക്റ്റാണ് എലമെൻറ്റ്സ് വെൽനസിൻ്റെ തൈ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ്. ആയുർവേദ റെമഡിയാണ് ടു മെയിൻറ്റെയിൻ തൈറോയ്ഡ് ഹെൽത്ത്. വർഷങ്ങളായിട്ട് തൈറോയിഡിൻ്റെ ഫംഗ്ഷനിങ്ങിന് യൂസ് ചെയ്യുന്ന കുറച്ച് ഹെർബ്സിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഇവിടെ ഈ തൈ ഹെൽത്തിൽ യൂസ് ചെയ്തിരിക്കുന്നത്. തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ പ്രോപ്പർ ഫംഗ്ഷനിങ് ഇല്ലാണ്ട് വരുമ്പോൾ ശരീരത്തിൽ ഉണ്ടാവുന്ന ലക്ഷണങ്ങൾക്കുള്ള പരിഹാരവും ആ ലക്ഷണങ്ങൾ ഉണ്ടാവാനുള്ള കാരണത്തെയും ശരിയാക്കാനും തൈറോയ്ഡ് ഗ്ലാൻഡ് ചെന്നിട്ട് അതിന്റെ ആരോഗ്യം സംരക്ഷിക്കലും കൂടിയാണ് ഈ കോമ്പിനേഷൻ ഓഫ് ഹെർബ്സ് ചെയ്യുന്നത്. ഈ തൈ ഹെൽത്ത് എന്ന് പറയുന്നത് അതൊരു ലിക്വിഡ് ഫോമിലുള്ളതാണ്. ഇതൊരിക്കലും ഒരു മരുന്നായിട്ട് കൺസിഡർ ചെയ്ത് കൊടുക്കരുത്. ഇതൊരു എഡ്ജുവൻ്റ് ആണ്. എഡ്ജുവൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന മരുന്നിന്റെ കൂടെ സപ്പോർട്ടീവായിട്ടാണ് തൈ ഹെൽത്ത് നമ്മൾ കൊടുക്കുന്നത്. നോർമലി നമ്മൾ കഴിക്കുന്ന മരുന്ന് എന്ത് ഹോർമോണാണ് നമുക്ക് കുറവുള്ളത് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള ഒരു ഹോർമോണിനെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രക്രിയ അവിടെ നടക്കാനുള്ള സബ്സ്റ്റിറ്റ്യൂട്ടാണ് നമ്മളവിടെ കൊടുക്കുന്നത്. പക്ഷേ തൈ ഹെൽത്ത് എന്ന് പറയുന്ന പ്രോഡക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്ത് കാരണം കൊണ്ടാണോ ഈ ഇഷ്യൂസ് അവിടെ നടന്നത് അതിനെ ക്ലിയർ ചെയ്യാനാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ബ്രെയിൻ മുതൽ ഹോർമോൺ പ്രൊഡക്ഷനുള്ള സിഗ്നൽ കൊടുക്കുന്ന ബ്രെയിൻ മുതൽ തൈറോയ്ഡ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന തൈറോയ്ഡ് ഗ്ലാൻഡ് വരെ എല്ലാ പാർട്ട് ഓഫ് ദ ബോഡിയും പ്രൊട്ടക്ട് ചെയ്യാനും അതിന്റെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും അതിന്റെ ഫംഗ്ഷനിങ്ങിനെ നല്ല രീതിയിൽ കൊണ്ടുവരാനുമാണ് തൈ ഹെൽത്തിനകത്തുള്ള ഹെർബ്സ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഹെർബ്സ് ഞാനിവിടെ പരിചയപ്പെടുത്താം. അതിനകത്ത് ഒന്നാണ് മന്ദാരം. ഇത് തൈറോയ്ഡ് ഗ്ലാൻഡിൽ നേരിട്ട് ചെന്ന് ഇതിന്റെ കർമ്മം കൃത്യമാക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ്. പിന്നെയുള്ളത് ഗുഗുലു. അത് ഫാറ്റ് ബേൺ ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യണു. അത് ഹൈപ്പോതൈറോയിഡിസത്തിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെയുള്ളതാണ് കൊടുവേലി. ഇത് ദഹനം കൃത്യമാക്കാനായിട്ട് സഹായിക്കുന്നു. പിന്നെയുള്ളത് ശംഖുപുഷ്പം, മണ്ടൂകഭരണി. അത് ബ്രെയിനിന്റെ ഫംഗ്ഷനിങ്ങിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന രണ്ട് പ്രോഡക്റ്റാണ് മണ്ടൂകഭരണിയും ശംഖുപുഷ്പം. അതായത് TSH കറക്റ്റ് ആവാനൊക്കെ ആയിട്ട് വളരെയധികം ഈ രണ്ട് ഹെർബ്സും വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെയുള്ള മുരിങ്ങ അത് എനർജി പ്രൊഡക്ഷന് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നതാണ്. പിന്നെയുള്ള ത്രികടു, ചുക്ക്, പിപ്പല്ലി, കുരുമുളക്. ഇത് ദഹനം കൃത്യമായിട്ട് നടക്കാനായിട്ട് സഹായിക്കുന്നു. കൂടാണ്ട് മറ്റ് ഔഷധങ്ങളുടെ അബ്സോർപ്ഷനും കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യണം. പിന്നെ ശർക്കര ചേർത്തിട്ടുണ്ട്. ശർക്കര റിച്ച് ന്യൂട്രിയൻസ്, കൂടാണ്ട് ഇറ്റ് പ്രൊവൈഡ്സ് എനർജി. ഒരു തൈ ഹെൽത്ത് എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ തൈറോയിഡ് കണക്ട് ചെയ്തിട്ട് വരുന്ന ഇഷ്യൂസ്, അതായത് അതിൻ്റെ ഇഷ്യൂസ് എന്തൊക്കെയാണ്? TSH കൂടുക, T3 T4 കുറയുക, TSH കുറയുക, T3 T4 കൂടുക. ഇതാണ് ഹൈപ്പോതൈറോയിഡിസം ആയിട്ടുള്ള രണ്ട് സിറ്റുവേഷൻ. ഇത് മാനേജ് ചെയ്യാനായിട്ട്, ഇതിനെ നോർമൽ ലെവലിലാക്കാനായിട്ട് ഈ കോമ്പിനേഷൻസ് ഓഫ് ഹെർബ് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. ഒരു പ്രത്യേകത ഇതിനകത്ത് നോ ആഡഡ് ഷുഗർ. അതുകൊണ്ട് ഡയബറ്റിക് പേഷ്യൻസിനും ധൈര്യമായിട്ട് കഴിക്കാവുന്നതാണ്. ഇതിന്റെ ഡോസേജ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 തൊട്ട് 15 ml വരെ, അതായത് 3 മാസം കഴിച്ചിരിക്കണം. അപ്പോൾ ആ മരുന്നിന്റെ കൂടെ മാത്രമേ നമ്മുടെ ഇത് കഴിക്കാവൂ. മരുന്ന് നിർത്തിയിട്ട് തൈ ഹെൽത്ത് മാത്രം കഴിക്കാൻ ആരോടും പറയരുത്. ഇനി മരുന്ന് തുടങ്ങാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തൈ ഹെൽത്ത് മാത്രം കഴിച്ചാൽ ആ ഒരു ഫംഗ്ഷനിങ് എവിടെയാണ് പ്രശ്നം വന്നേക്കുന്നത് അതിനെ ക്ലിയർ ചെയ്തോളും. ചെറിയ രീതിയിലുള്ള ഒരു ബോർഡറിലൊക്കെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ തൈ ഹെൽത്ത് മാത്രമാണ് കുഴപ്പമില്ല. എപ്പോഴെങ്കിലും മരുന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ നിർത്തിക്കൊണ്ട് ഒരിക്കലും തൈ ഹെൽത്ത് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. ഇഫ് യു ഫൈൻഡ് ഇറ്റ് ഇൻഫോർമേറ്റീവ്, ജസ്റ്റ് ഗിവ് എ തംസ് അപ്പ് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. താങ്ക് യു.